صل على محمد يا رب صل عليه وسلم. ഇനി ചെന്നുകൊണ്ടുള്ള മസ്അല എന്തെന്ന് ചെന്നെങ്കിൽ, പരിശുദ്ധമായ നിസ്കാരത്തിൽ ഒരാൾ ഫാത്തിഹ ഓതിയിട്ട് അവനക്ക് പിന്നെ അശ്രദ്ധനായിട്ടേ ഓതിരി എന്തുണ്ട് അവനക്കൊന്നില്ല, ഒരു അശ്രദ്ധനായിട്ട് ഓതിരി സുറാത്തല്ലദീന അൻഅംത അലൈഹിം എത്തുമ്പോൾ അവനക്ക് കൊന്തായിട്ടോ ನಾನು ഇവിടെ എത്തിയല്ലേ, അപ്പൊ അതിന് മുന്നല്ല എന്തിനായിട്ട് ഓതിരാന ഇല്ല എന്തും അവന് കൊന്തില്ല. അങ്ങനെ ഇന്നെങ്കിൽ അവൻ എന്താക്കണം ചെന്നെങ്കിൽ ആ ഫാത്തിഹയുടെ ലസിമഹു ഇസ്തിനാഫുഹു, ആ ഫാത്തിഹം തുടക്കത്തിൽ തന്നെ സുറൂത്തെ തന്നെ അവൻ ഓതണം. കാരണം അതിന് മുന്നല്ല എന്തിനായിട്ട് അവന് കൊന്തില്ലല്ലോ, അതുകൊണ്ടാണ്. കാരണം ഫാത്തിഹ ചിലപ്പോൾ ഓതിറ്റിക്കല ആ രൂപത്തിൽ, അപ്പൊ അത് ഓതൽ നിർബന്ധമല്ല, അതുക്ക് വേനായിട്ട് എന്താക്കണം സുറൂത്തമേ ഓതണം. അപ്പൊ പിന്നൊരു വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വാജിബു തർത്തീബ് ഫിൽ ഫാത്തിഹത്തി, ഫാത്തിഹയിൽ തർത്തീബ് നിർബന്ധമാണ്. ബിഅൻ യഅതിയ ബിഹാ അലാ നദ്മിഹൽ മഅറൂഫി, ഈ പരിശുദ്ധമായ ഫാത്തിഹയുടെ ഒരു നളമില്ല, ഒരു ഗണന. ഇപ്പൊ ഞങ്ങൾ ഓതിയോണ്ടല്ലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം, ആ ക്രമപ്രകാരത്തിൽ ഫാത്തിഹ സൂറത്ത് ഓതൽ നിർബന്ധമാണ്. അതുപോലെ അത്തഹിയാത്തും ഓതൽ നിസ്കാരത്തിൽ നിർബന്ധമല്ലേ, പക്ഷെ അവിടെ എന്തില്ല, അതിലെ പിന്നെ ക്രമപ്രകാരത്തിൽ ഓതണോണ്ട് നിർബന്ധമില്ല. പക്ഷെ മാലം യഖില്ലു ബിൽ മഅന, അവിടെ അർത്ഥം വ്യത്യാസമാറാത്ത രൂപത്തിൽ പിന്നെ അപ്പറിപ്പറാക്കിയിട്ട് ഓതിയെങ്കിലും പ്രശ്നമല്ല. പക്ഷെ ഫാത്തിഹ അങ്ങനെയല്ല, അതിൽ ക്ലിയർ ആയിട്ടുള്ള എങ്ങനെ ഞങ്ങൾ ഓതിയോണ്ടല്ലേ അതേ ക്രമപ്രകാരത്തിലാണ് ഓതനായ. ഒരാൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പിന്നെ സിറാത്തൽ മുസ്തഖീം അങ്ങനെ ഓതിയെങ്കിൽ ഫാത്തിഹ ശരിയാവില്ല, അത് അതിന്റെ തർത്തീബിൽ ഓതൽ നിർബന്ധമാണ്. വലാകിൻ യുസ്തറതു ഫീഹി റിആയത്തു തസ്ദീദാതി വമുൻ, ഈ എന്നെങ്കിലും അത്തഹിയാത്തില് ഫാത്തിഹയിൽ ചെന്നതുപോലെ ശ്രദ്ധകളും അതുപോലെ മുആലാത്ത് തുടരെയായിട്ട് ഓരോ പിന്നെ ആയത്തിന് പിന്നെ അതിനിടയിൽ വേറൊരു എന്തെങ്കിലും അജ്നബിയായിട്ട് ഒന്ന് പറയാട്ടെ അല്ലെങ്കിൽ മൗനമാവട്ടെ, അത് തുടരെയായിട്ട് അത് അത്തഹിയാത്തിലും നിർബന്ധമാണ് ഫാത്തിഹയുടെ പോലെ. എന്നൊരു വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ, ഒരാൾ ഫാത്തിഹ എന്താക്കിയ ഫാത്തിഹ ഓതകു തരില്ല, ഒരാൾക്ക് ഫാത്തിഹ തീരെ തന്നെ ഓതകു തരില്ല ചെന്നെങ്കിൽ ഞങ്ങളെ വിഷയമെല്ലാം ഏതോ ഒരു കാട്ടിൽ ഓടമോ ആരാരും ഇല്ലാത്ത ഒരു കാട്ടിൽ ജീവിക്കുന്ന അങ്കത്തെ മനുഷ്യന്മാരൊന്നും അവിടെ ബന്ധമില്ലാത്ത ഒരു പ്രായത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അപ്പൊ അവനക്ക് ഫാത്തിഹ സൂറത്ത് കൊന്തിക്കില്ല. അത് മാത്രല്ല അവനക്ക് പഠിക്കുള്ള സൗകര്യമില്ല. ഞങ്ങൾ ഓടെ ജീവിച്ചെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് പഠിക്കുള്ള എല്ലാ സൗകര്യം ഉണ്ട്, അപ്പൊ ഞങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഈ മനുഷ്യൻ എന്തില്ല, പഠിക്കുക ഉള്ള ഒരു അവസ്ഥയും ഇല്ല, അങ്ങനത്തെ ഒരു ഇതിൽ ജീവിക്കില്ല. അല്ലെങ്കിൽ അവൻ ഇപ്പൊ തന്നെ ഇസ്ലാമിലേക്ക് വന്നിട്ടാകുമ്പോ ഇപ്പൊ ളുഹുറിന്റെ ടൈമിൽ വന്നിട്ടുണ്ടെങ്കിൽ അവന് ഇപ്പൊ എന്താവും, പഠിക്കുക ടൈമില്ല, പഠിക്കുമ്പോ എന്താ ഈ ളുഹുർ അവനക്ക് ആടും അസറിന്റെ ടൈം ആയതുകൊണ്ട് പണ്ട്. അപ്പൊ എന്താക്കണം, അവന് പഠിക്കുള്ള സൗകര്യം കിട്ടിയിട്ടില്ലേ, അപ്പൊ അവനക്ക് ഫാത്തിഹ തരില്ല. അപ്പൊ അവന് എന്താക്കണം, അപ്പൊ അവനും പരിശുദ്ധമായ ഖുർആനിൽ ഏതെങ്കിലും ഒരു 7 ആയത്ത് കൊന്തിന്നെങ്കിൽ അത് അവനക്ക് ഓതൽ നിർബന്ധമാണ്. ഫാത്തിഹ തന്നെ ഓതണം, പക്ഷെ അതിപ്പോ നമുക്ക് സാധ്യമില്ലല്ലേ. അപ്പൊ ഖുർആനിലുള്ള ഏതെങ്കിലും ഒരു 7 ആയത്ത്, ഫാത്തിഹ സൂറത്തിൽ 7 ആയത്തല്ലോ അല്ലേ, അപ്പൊ 7 ആയത്ത് അവനക്ക് ഓതക നിർബന്ധമാണ്. പക്ഷെ അവിടെ ഒരു ഷർത്തുണ്ട്, ലാ യൻഖുസു ഹുറൂഫുഹാ അൻ ഹുറൂഫിൽ ഫാത്തിഹത്തി, ഫാത്തിഹ സൂറത്തിൽ നിങ്ങൾ പഠിച്ച 156 അക്ഷരങ്ങളുണ്ട്. ആ 156 അക്ഷരത്തെക്കാൾ കുറയാത്ത രൂപത്തിൽ ഏതെങ്കിലും ഒരു ആയത്ത് ഓദ്യമായോടോ. അപ്പൊ പിന്നെ അവിടെ ഒരു ചോദ്യമാണ്, ഫാത്തിഹമേ കൊന്തില്ല പിന്നെ അവനക്ക് ആയത്ത് എങ്ങനെ കൊന്തുല്ലേ? അങ്ങനെ ഇന്നെങ്കിൽ ആയത്തും കൊന്തിന്നില്ലെങ്കിൽ അവൻ എന്താക്കണം ചെന്നെങ്കിൽ ഫാത്തിഹയിൽ ഏതെങ്കിലും ഒരു ആയത്ത് കൊന്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും 2 ആയത്ത് കൊന്തിണ്ടെങ്കിൽ അതിലിങ്ങനെ ആവർത്താക്കിക്കൊണ്ട് വേണം. 7 ആയത്ത് തോല അതിലിങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇങ്ങനെ ആവർത്തനാക്കിക്കൊണ്ട് വേണോ. ഇനിയോ പിന്നെ ഒരു ചോദ്യം, അത് ഫാത്തിഹമേ കൊന്തില്ല, ഒരായത്തും കൊന്തില്ല, പിന്നെ ഏതും കൊന്തില്ല, അങ്ങനെ ഇന്നെങ്കിൽ പിന്നെ എന്താക്കണം ചെന്നെങ്കിൽ അവന് ഏതെങ്കിലും 7 വിധം ദിക്ർ അവൻ എന്താക്കണം ചൊല്ലണം. ഫാത്തിഹ സൂറത്തിൽ 7 ആയത്തുള്ളത് കൊണ്ട് 7 വിധം ദിക്ർ ചൊല്ലണം. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഇങ്ങനെ ദിക്ർ ചൊല്ലണം. അവിടെ എന്ത് ഷർത്തുണ്ടോ, 155 അക്ഷര ഫാത്തിഹയിലുണ്ട്. അപ്പൊ ഈ ദിക്റില് 155 അക്ഷരം പണ്ടത് പോലെ ഏതെങ്കിലും ഒരു ദിക്ർ കൊണ്ടിന് അതിലിങ്ങനെ ആവർത്തിച്ചെങ്കിൽ മയ്യൻ. അത് ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേറ്റ് വന്നിട്ട് ചൊല്ലു, നബിയെ നമുക്ക് ഫാത്തിഹ പഠിക്കാനുള്ള സൗകര്യമായിട്ടില്ല, എന്തെങ്കിലും അങ്ങനത്തെ ഒരു പ്രോബ്ലം, അപ്പൊ എനിക്ക് ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ചൊന്തരണോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിൽ ചെന്ന് കൊടുക്കും, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇങ്ങനെ നിൽക്കുകയും ചെന്നിട്ട് സ്വഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ടൈമിൽ ആൻസർ കൊടുക്കും. പിന്നെ ആ സ്വഹാബി ഫാത്തിഹ പഠിക്കാനായിട്ട് ഇന്ന്. അത് മാത്രല്ല ഇനി എന്തും കൊന്തില്ല, ഒരു 7 ദിക്റും കൊന്തില്ല, ആയത്തും കൊന്തില്ല, എന്തും കൊന്തില്ലെങ്കിൽ എന്താക്കണം, ഫാത്തിഹ ഓതൽ നിർബന്ധമല്ല നിസ്കരിക്കണമെങ്കിൽ. അപ്പൊ അവൻ എന്താക്കണം,
അവൻ എന്താക്കണം ഫാത്തിഹ ഓതുള്ള ടൈം എത്ര വേണോ അത്ര ടൈം അവൻ സൈലന്റ് ആയിട്ട് നിർത്തത്തിൽ എല്ലാ റക്കാത്തിലും നിൽക്കണോ. ഫാത്തിഹ ഓത தெரிஞ்சிല്ലെങ്കിൽ ആ ഫാത്തിഹ ഓതുற ടൈം തോല 4 റക്കാത്ത് ഉണ്ടെങ്കിൽ 4 റക്കാത്തിലും എന്താക്കണം ഫാത്തിഹ ഓതുற ടൈം തോല മുണ്ടാണ്ട് ആ ടൈം എത്ര ടൈം വേണോ അത്ര ടൈം അവന് മുണ്ടാണ്ട് നിൽക്കണോ. അപ്പൊ ആ ഫാത്തിഹയുടെ ഓതിയ കൂലി കിട്ടുന്നുണ്ട്. അതാർക്ക് തീരെ തന്നെ പഠിക്കുള്ള സൗകര്യം ഇല്ല, പഠിച്ചിട്ടില്ല, ഏതോ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ പുതിയ ഇസ്ലാം വന്നാൽ അങ്ങനെയല്ല എന്നെങ്കിൽ മാത്രം. അപ്പൊ നമുക്ക് അത് പഠിക്കാനുള്ള എല്ലാ സൗകര്യം ഉണ്ട്. അപ്പൊ ഫാത്തിഹ സൂറത്ത് കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് ഞങ്ങൾ ഓതനായ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തപ്പുകളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നല്ല രൂപത്തിൽ ഓതുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇലാ ഹദ്റത്തി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الله سبحانه وتعالى ഓതിയ ഫാത്തിഹ സൂറത്തും അതുപോലെ ചെന്ന വിഷയങ്ങളെല്ലാം അല്ലാഹു സ്വീകരിച്ചതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, ഔലിയാക്കന്മാർ, മഹാന്മാർ എല്ലാവരുടെയും ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ എല്ലാ കുറുത്തം കാവലും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, മക്കളിൽ എല്ലാവരിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ ഫലസ്തീനിൽ പിന്നെ മുസ്ലിമീങ്ങളെ മേൽ പിന്നെ ഭീകരമായിട്ടുള്ള ദൗർബല്യം ഇപ്പോൾ ഒബാസ് നടന്നുകൊണ്ടുണ്ട്. ഒരുപാട് ആൾമാരെ കൊന്നുകൊണ്ടുള്ള എല്ലാവരും പ്രയാസത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തിങ്കളുടെ ബറകത്ത് കൊണ്ട് അല്ലാഹു അങ്ങനെ രക്ഷ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.